ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം, ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം, ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം നമുക്ക് ഇത്ര ദിവസം 13 ദിവസം നമ്മൾ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കണ്ട് പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് 14ാമത്തെ ദിവസത്തെ പാരായണമാണ് ഇന്ന് ആരംഭിക്കുന്നത്. നമ്മളിതാ ഇവിടെ സമർപ്പിച്ച പുഷ്പങ്ങൾ നമ്മുടെ മനസ്സായിട്ട് സമർപ്പിക്കണം. മനസ്സിതാ ഭഗവാനെ അവിടുത്തെ പാദത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങയുടെ മുമ്പിലിരുന്ന് അങ്ങയുടെ ഈ കഥകൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ മനസ്സ് അവിടുത്തെ പാതാരവിന്ദത്തിൽ തന്നെ ഉറച്ചു നിൽക്കണേന്ന് പ്രാർത്ഥിക്കാം. ഇന്ദ്രിയങ്ങൾ പല വഴിക്ക് പോവാണ്ട് ഭഗവാനെ അവിടുത്തെ ആ പാതാരവിന്ദത്തിൽ തന്നെ
ഉറപ്പിച്ച് നിൽക്കാനായിട്ട് സാധിക്കണേന്ന് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും പാരായണം ചെയ്യണേൽ കൂടുതൽ കൂടുതൽ അനുഭവമായിട്ട് തീരണേന്ന് പ്രാർത്ഥിക്കാം. ഹരേ രാമ ഹരേ രാമ. അതല്ല ഇതിൻ്റെ അവിടെ ഇരുന്നോട്ടെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീഹരയേ നമഃ. ജാനകീ ജീവനസ്മരണം. ഹര നമഃ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം. ശ്രീരാമ മമ ഹൃദി രമതാം. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആസുരിക ഭാവങ്ങളെല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് അവിടെ ആ ഭഗവാൻ തന്നെ നിറഞ്ഞു വിലസട്ടെ. അപ്പോഴാണ് നമ്മുടെ മനസ്സ് ആ ഭഗവാൻ രമിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ. അതാണ് രാവണാന്തക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ആസുരിക ഭാവങ്ങളെയും ഭഗവാൻ ഇല്ലാണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ രാമ ഹരേ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ദിവസം നമ്മൾ ആ വിരാധവധം കഴിഞ്ഞിട്ട് കബന്ധസ്തുതിയോട് കൂടിയിട്ടാണ് സമർപ്പിച്ചത്. ആ കബന്ധസ്തുതി കഴിഞ്ഞിട്ട് അപ്പോൾ കബന്ധൻ പറഞ്ഞു കൊടുക്കണു
എവിടെയാണ് കബന്ധനോട് ചോദിക്കണു, എൻ്റെ പത്നിയെ ആരെങ്കിലും കൊണ്ടുപോയത് കണ്ടോ, എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കണു. അപ്പോൾ പറയണു, തൻ്റെ ആ പൂർവ്വ വൃത്താന്തമൊക്കെ പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചതിന് ശേഷം പറയണു, ഇവിടെ ശബരിയുടെ ആശ്രമമുണ്ട്, ആ ആശ്രമത്തിൽ ചെന്നിട്ട് ആ ശബരിയെ കണ്ടാൽ ശബരി സീതാവൃത്താന്തെല്ലാം പറഞ്ഞു തരും എന്ന് പറഞ്ഞത് ആ ശബരിയുടെ ആശ്രമത്തിലേക്കുള്ള ശബരി ആശ്രമ പ്രവേശമാണ് വായിക്കണത്. ചേച്ചി വായിച്ചോളൂ കുറച്ച്. അതെ. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തോടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമകം ബുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സമ്പദിച്ചിതു പാദാംബുരുകയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാർത്യാസനാദികളാലെ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേനഹം ഇന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു, പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസപദാർത്ഥമായി നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു. ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നൂനം. വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലല്ലോ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ശബരിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ശബരിയുടെ കാര്യം പറയുമ്പോൾ ശരിക്കും മനസ്സിങ്ങനെ നിറയും. ഭഗവാന്റെ കാരുണ്യം അത്രയുണ്ട്. ശബരിയുടെ ആശ്രമം, ശബരി എന്ന് പറഞ്ഞാൽ ഒരു കാട്ടാള സ്ത്രീയാണ് ശബരി. അപ്പോൾ ആ ശബരിയുടെ ആശ്രമത്തിലേക്ക് വന്ന ശബരി കണ്ട വഴി ഇതാ എഴുന്നേറ്റ് നിന്നത് ആ തൊഴിലാണ്. എന്നിട്ട് പറയണ, എൻ്റെ ആ ഗുരുഭൂതന്മാരായിട്ടുള്ളവരൊക്കെ എത്രയോ കാലം ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ മാത്രം ചിന്തിച്ച് പൂജിച്ച് അവിടുത്തെ നാമം ജപിച്ചിരുന്നു. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് കുലത്തിൽ എവിടെ എങ്ങനെ ജനിക്കണു എന്നുള്ളതല്ല, എങ്ങനെയാണ് നമ്മൾ ആ ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രീഭൂതരാവണം എന്നുള്ളതാണ് മഹത്വം. എവിടെ എങ്ങനെയായിക്കോട്ടെ, ജാതി ഏതായിക്കോട്ടെ, കുലം ഏതായിക്കോട്ടെ, ആ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഏത് വിധത്തിലായാലും ആ ഭഗവാന്റെ കാരുണ്യം അല്ലേ. കാട്ടാള സ്ത്രീകൾക്ക് ഒരു സ്ത്രീയായ ഒരു കാട്ടാള സ്ത്രീക്ക് എങ്ങനെ മഹാത്മാക്കളായിട്ട് ഒരു ബന്ധം വന്നു എന്നുണ്ടെങ്കിൽ മഹാത്മാക്കളൊക്കെ അനുസ്മരിച്ച് കേൾക്കുന്നുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അതിലെ ഇങ്ങനെ കുട്ടികളിങ്ങനെ ആ കുട്ടി കാട്ടിലൂടെ അതിന് ഭക്ഷണം തിരഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടൊക്കെ ആവും ഇങ്ങനെ നടന്നതാ ഈ ആശ്രമത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ആ ഒരു കൗതുകത്തോട് കൂടിയിട്ട് അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ നോക്കി നിന്നു. അവർക്ക് ഇതാ അപ്പോൾ പിന്നെ അടുത്ത ദിവസം പോയപ്പോൾ അതിന് തോന്നി പഴങ്ങളൊക്കെ പറക്കിക്കൊണ്ടുവന്ന് അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അതിനറിയില്ല. പിന്നെ ഇതാ അവിടെ അവർ ചെയ്യണ കാണണു. അവിടെ ഓരോ ദിവസവും പൂജയും ഇതൊക്കെ കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കണതൊക്കെ അവർ കാണുകയാണ്. അപ്പോൾ ഈ കുഞ്ഞ് അവർ ഇതാ സന്ധ്യാവന്ദനത്തിന് വരുന്നേക്കാളും മുമ്പ്
അവിടെയൊക്കെ വൃത്തിയാക്കണു, അവർക്ക് വേണ്ട പുഷ്പങ്ങൾ കൊണ്ടു കൊടുക്കണു, ഫലമൂലാദികൾ കൊണ്ടു കൊടുക്കണു. അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് വാത്സല്യം തോന്നി ഈ ഒരു കുഞ്ഞിനോട്. അവരുടെ കൂടെ ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തി. പിന്നെ ആശ്രമത്തിൽ അവരുടെ കുറേ കാലം അവർക്ക് ശുശ്രൂഷ ചെയ്തിട്ട് കൊണ്ട്, അപ്പോൾ അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമനെ പറ്റി ഇങ്ങനെ പറയും, ശ്രീരാമചന്ദ്രപ്രഭുവിനെ പറ്റിയിട്ട് അവർ സത്സംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പരസ്പരം. അത് പറയുമ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിൽ അന്ന് തൊട്ടിട്ട് ഇവരിതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കാത്തു നിൽക്കും. രാമൻ വരുന്നുണ്ടോ, രാമൻ വരുന്നുണ്ടോ. അന്ന് രാമൻ ജനിച്ചിട്ടും കൂടിയില്ല, ജനിക്കണേന് മുമ്പ് തന്നെ രാമനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ആ ഫലമൂലാദികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം. അതേപോലെ തന്നെ ആ രാമനുള്ള ആ ഫലമൂലാദികളും കൂടി ശേഖരിച്ച് ആ കൊച്ച് പെൺകുട്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അനേകം വർഷങ്ങളോളം കാത്തിരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഗുരുഭൂതന്മാരായവർ ബ്രഹ്മപദം പ്രാപിക്കാനായിട്ട് പോണ സമയത്ത് പറഞ്ഞു, നീ ഇവിടെ നിൻ്റെ മനസ്സിലാഗ്രഹം ശ്രീരാമചന്ദ്രപ്രഭുവിനെ കാണണം എന്നല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഉള്ള ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ തീവ്രതയാണ്. ആ ഭഗവാനെ കാണണം എന്നുള്ളതിൻ്റെ തീവ്രതയാണ്. ഒരു ദിവസം പോലും ഇന്ന് കാലത്ത് തൊട്ട് വൈകിട്ട് വരെ കാത്തിരുന്നു, കണ്ടില്ല. നാളെ വരും എന്ന് വിചാരിച്ചു, കാത്തിരുന്നു, കണ്ടില്ല. അങ്ങനെ ഓരോ ദിവസം കാത്തിരിക്കുമ്പോഴും ഒരിക്കലും നിരാശയുണ്ടായിരുന്നില്ല. ആ ഒരു മനസ്സിൽ വരും, തീർച്ചയായിട്ടും ശ്രീരാമചന്ദ്രപ്രഭു എൻ്റെ മുന്നിലേക്ക് വരും. കാരണം പ്രഭുവിൻ്റെ കാരുണ്യത്തെ പറ്റിയിട്ടാണ് ഗുരുക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത്രയും കാരുണ്യമൂർത്തിയായിട്ടുള്ള ആ രാമചന്ദ്രപ്രഭുവിനെ കാണണം എന്നുള്ള ആഗ്രഹം സാധിപ്പിച്ചു തരാൻ വരാതിരിക്കില്ല, വരും എന്ന് ഉറപ്പിച്ച് കാത്തിരുന്നു. ആ ദൃഢത തന്നെ ഗുരുഭൂതന്മാരായവർക്ക് ആ മനസ്സിൻ്റെ ദൃഢത കണ്ടപ്പോൾ അവരിത് അനുഗ്രഹിച്ചു. നീ കാത്തിരിക്കുന്ന രാമൻ ചിത്രകൂടത്തിൽ വന്നിട്ടുണ്ട്, ഇനിയും 13 വർഷം കൂടെ കാത്തിരിക്കണം, അവിടെ എത്തിയിട്ടേ ഉള്ളൂ അല്ലേ? അപ്പോൾ വന്നിട്ടുണ്ട്, നീ ഇവിടെ കാത്തിരുന്നോളൂ, രാഘവൻ വരും. അപ്പോൾ നിനക്ക് രാഘവനെ കണ്ടിട്ട് ആ ശരീരം, ഈ ദേഹത്തിൻ്റെ പ്രാരാബ്ധം തീർത്തിട്ട് ഭഗവാനോട് ചേരാനായിട്ട് ഇടവരും എന്ന് പറഞ്ഞ് അവിടെ താമസിക്കൂ എന്ന് പറയണു. ആ ശബരിയുടെയൊക്കെ ഭക്തിയുടെ ഒരംശം പോലും നമുക്കുണ്ടോ? നമ്മൾ പറയും നമ്മൾ ജനിച്ച സാഹചര്യം ശരിയല്ല, നമുക്ക് അതിനുള്ള അനുകൂല സാഹചര്യമല്ല, ഞങ്ങൾക്കതറിയില്ല, സംസ്കൃതം അറിയില്ല, വായിക്കാനറിയില്ല എന്ന് പല കാരണങ്ങൾ പറയണം. പക്ഷേ ഇവിടെ ഈ ശബരിയുടെ പോലെ ഒരു ഭക്തിഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാനാവില്ല. അത്രയും തീർച്ചയാണ്, വരാതിരിക്കാനാവില്ല. അത് ഓരോരോ അനുഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരും. പക്ഷേ ആ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അത് വേണ്ടതുപോലെ അത് ഈശ്വരാനുഭവമാണെന്ന് ഉൾക്കൊള്ളാനുള്ള അതിനും കൂടി സാധിക്കണം. നമുക്ക് കഴിഞ്ഞ തവണ അറിയാലേ, നമ്മുടെ ജയച്ചേച്ചിയാണ് കഴിഞ്ഞ തവണ മുന്നിട്ട് നിന്നിട്ട് രാമായണം സമ്പൂർണ്ണ പാരായണം വേണം എന്നെല്ലാം പറഞ്ഞത് ചേച്ചിയാണ്. ഞങ്ങൾക്ക് അത്ര വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിനോട് അങ്ങനെ വായിച്ചാൽ തീരുമോ എന്നുള്ള ഒരു അനുഭവമൊക്കെ ആയിരുന്നു. പക്ഷേ അത് ഭഗവാന്റെ ഇവിടുത്തെ ഇച്ഛ ആണ്, ഈ തേവരുടെ ഇച്ഛയായിരുന്നു. അങ്ങനെ അത് വായിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് അന്ന് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു വായനയ്ക്ക്. അത് കഴിഞ്ഞ് വായിക്കാൻ സമർപ്പിക്കാൻ ഒരുപാട് 8:30 കഴിഞ്ഞു അന്ന് സമർപ്പിച്ചപ്പോൾ. കാരണം നമുക്ക് അത്രയും സ്പീഡിൽ വായിക്കാൻ അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അന്ന് അമ്മയൊക്കെ അന്നോടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വായിക്കുന്ന സമയത്ത് വിമാനത്തിൽ നമ്മളെ അനുഗ്രഹിക്കാൻ വിമാനത്തിൽ ദേവന്മാരെല്ലാവരും വന്നു നിന്നു. ദേവന്മാരോട് കൂടിയിട്ട് ദശരഥ മഹാരാജാവ് വന്നു നിന്നു എന്നുള്ള ഭാഗം അങ്ങോട്ട് വായിച്ച സമയത്ത്, പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് വായിച്ച സമയത്ത് എവിടുന്നാന്ന് അറിയാണ്ട് ഒരു ഹെലികോപ്റ്റർ വന്ന് കുറച്ച് നേരം ഇവിടെ ആ ശബ്ദം ഞങ്ങൾ എല്ലാവരും അനുഭവിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അത് എവിടെയോ പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദശരഥൻ ദേവന്മാരോട് കൂടി തിരിച്ച് ദേവലോകത്തേക്ക് പോകണമെന്നുള്ള സമയം പറഞ്ഞപ്പോൾ ആദ്യം ഹെലികോപ്റ്റർ വന്നിട്ട് ഇവിടെ ചുറ്റിയിട്ട് വീണ്ടും പറന്നു പോയത് ഞങ്ങൾക്ക് ശരിക്കും അത് ഒരനുഭവമാണ്. വിമാനം എന്നല്ലല്ലോ, ഹെലികോപ്റ്റർ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല,
അത് നമുക്ക് ഈശ്വരൻ കാണിച്ച് ഞാനത് സ്വീകരിച്ചിരിക്കണമെന്ന് മനസ്സുകൊണ്ട് എനിക്ക് അത് അനുഭവമായി. ഇത് ഭഗവാൻ കാരണം നമ്മളൊന്നും അറിഞ്ഞിട്ടല്ല, നമ്മുടെ ഒരു കൊതി കൊണ്ടാണ് നമുക്ക് ഭഗവാൻ സമർപ്പിക്കാൻ. ചിലപ്പോൾ ഭഗവാൻ അത് സ്വീകരിച്ചതിൻ്റെ അത് നമുക്ക് എല്ലാവർക്കും അനുഭവമായിട്ടുള്ളത്, അന്നുകൂടി ഇരിക്കണ എല്ലാവർക്കും അനുഭവമായിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പം അതുപോലെ നമ്മുടെ ഇച്ഛ, നമ്മുടെ ഉള്ളിൽ യാതൊരു ഇതും ഇല്ലാണ്ട്, അതായത് ഒരു ആഗ്രഹങ്ങളും ഇല്ലാണ്ട് ഭഗവാന് സമർപ്പിക്കാനുള്ള കൊതിയോട് കൂടിയിട്ട് ഭഗവാനെ സമർപ്പിക്കുമ്പോൾ ഒന്നും വേണ്ട, ശബരിക്കൊന്നും വേണ്ട. എന്താ വേണ്ടേ? ആ രാമദർശനം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അത്ര കൊതിയോട് കൂടിയിട്ട് ശബരി എത്രയോ വർഷങ്ങൾ ഒരിക്കൽ പോലും ആ ശബരിയുടെ ആ കാത്തിരിപ്പിലൊരു നിരാശ ഉണ്ടായില്ല, ഒരിക്കൽ പോലും സംശയം ഉണ്ടായില്ല. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വരും. ഈ ശരീരം വിട്ടു പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആ രാമചന്ദ്രപ്രഭുവിൻ്റെ ദർശനം എനിക്ക് ലഭിക്കും. എത്ര കാലമാണോ എനിക്ക് കാത്തിരിക്കേണ്ടത് അത്രയും കാലം ഈ ശരീരം പ്രാരാബ്ധത്തോടു കൂടിയിട്ട് എനിക്ക് ഈ ശരീരം വിട്ടു പോകുന്നതിനും കാണാൻ സാധിക്കും എന്നുള്ള ഉറപ്പോടു കൂടി ഇരുന്നപ്പോൾ ആ ഉറപ്പ് തിരിച്ചറിഞ്ഞ ഗുരുനാഥന്മാരെ അനുഗ്രഹിച്ചു. അപ്പോൾ ഗുരോരനുഗ്രഹേണേവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെതാ നീ ഇവിടെ വന്ന ദേഹത്യാഗം ചെയ്ത് പിന്നെ നിനക്ക് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണം. ജാനകീ ജീവനസ്മരണം വന്നതിവണ്ണം ഗുരുഭാഷിതം. താമസന്മാർക്കു പോലും യോഗം വന്നില്ലയല്ലോ, ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കടലിണകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഇങ്ങുൾ കമലത്തിൽ അറിയപ്പോകാതെയാനിതേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൽ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി. പുരുഷ സ്ത്രീ ജാതീനാം ആശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനും ഇല്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗം ആദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവന്നുത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നിടുവാനായി പറയാം. ഇവിടെ പറയണത് ഓരോ ഏറ്റവും പ്രധാനമായുള്ളൊരു ഭാഗമാണ്. ചേച്ചി അതുകൊണ്ടാണ് വായിക്കണമെന്ന് ചോദിച്ചത്, എനിക്ക് മനസ്സിലായി. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇവിടെ ഇപ്പോൾ വായിച്ചു നിർത്തിയത് നമ്മളെല്ലാവരും ശബരിയോട്. ശബരി എന്താ പറയണത്? ഞാൻ ഒരു ഹീനജാതിയിലാണ്, എനിക്ക് ഭഗവാനെ അവിടത്തെ കാണാനായിട്ട് ഒട്ടും എനിക്ക് യോഗ്യതയില്ല. ഞാനൊരു ഹീനജാതിയിൽ ജനിച്ചു, എനിക്ക് അറിവൊന്നുമില്ല, എനിക്ക് ആകെ കൂടി ആഗ്രഹം രാമൻ 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 രാമൻ, ഇത് മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. ഒരു മന്ത്രങ്ങളോ പൂജകളോ തന്ത്രങ്ങളോ ഒന്നും എനിക്കറിയില്ല. രാമനാമം ജപിക്കാൻ മാത്രം അറിയാം. ആ നാമം ജപിച്ചുകൊണ്ട് ഞാൻ രാമനെ കാണാൻ കൊതിച്ച് മാത്രം കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ എത്രയോ പേര് തപസ്സുകളെ കൊണ്ട് ഇപ്പോൾ ഇതാ കണ്ടോ, ആ താപസന്മാർ ഇത്രയും ഇതായിട്ട് അവർ ആ ഗുരുഭൂതന്മാരായവർക്ക് പോലും അങ്ങനെ ഒരവസരം ലഭിച്ചില്ല. പക്ഷേ വെറുതെ അവിടുത്തെ നാമം ജപിച്ച് അവിടുത്തെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന എൻ്റെ മുമ്പിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ അത് പരമമായ ആ കാരുണ്യമാണ്, ദയാനിധി, അവിടുത്തെ പരമകാരുണ്യമാണ്, ദയയാണ്. അതുകൊണ്ടാണ് ആ ദയ കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയത് എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു പറയണു. അതായത് എന്തിനാ ഇങ്ങനെ പറയണത്? ഇങ്ങനെ ഇതൊന്ന് ശരിക്കും ആ സ്ത്രീ ആയാലും പുരുഷനായാലും ജാതി നാമം ആശ്രമം അതൊന്നുമല്ല എന്നെ ഭജിക്കേണ്ടതിന് കാരണം. എന്നെ ഭക്തി ഒന്ന് മാത്രമേ ഉള്ളൂ. നിനക്ക് ധാരാളം ഭക്തിയുണ്ട്. കാരണം ആ ഒരു പ്രേമഭാവം രാമനെ പറ്റി കേട്ടപ്പോൾ ആ രാമനെ കാണണമെന്ന് തോന്നുന്ന ഒരു കൊതി, രാമനോടുള്ളൊരു കൊതി
നമുക്ക് മറ്റു ലൗകികമായ സാധനങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോൾ അതിങ്ങനെ അല്ലേ നമ്മളിപ്പോൾ പ്രലോഭിപ്പിക്കാനായിട്ട് ഏതൊരു കാര്യമായാലും മൊബൈലിലായാലും എന്ത് തുറന്നു നോക്കിയാലും അത് ഇത്ര രൂപയ്ക്ക് ഇത്ര എണ്ണം കിട്ടും, അത് കിട്ടും, അതിൻ്റെ പിന്നാലെ നമ്മൾ പോകണു. എന്നാൽ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ധാരാളം സത്സംഗങ്ങൾ നടക്കണു. ഇപ്പോൾ ആ തിരുവമ്പാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗവതം അത് കേട്ട് അനുഭവിക്കാൻ സാധിച്ചാൽ തന്നെ ജന്മസാഫല്യമായി. അവിടെ പോയിരുന്ന് കേൾക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. വെച്ചാലും നമ്മുടെ ഈ ഒരു പാരായണം കൊണ്ട് എനിക്കത് സാധിച്ചില്ല. പക്ഷേ ഭഗവാൻ അതിനേക്കാളും വലിയ അനുഗ്രഹമാണ് തന്നത്. ഇത് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിരുന്നാൽ അവരോടൊപ്പം എനിക്ക് തോന്നണേ അവിടെ ചെന്നിരുന്നാൽ ഇത്രയ്ക്ക് ഹൃദ്യമായിട്ട് ആസ്വദിക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ അയ്യോ വീട്ടിലേക്ക് എത്തണം, അതില്ലേ, അയ്യോ സമയമാവുമോ എന്ന് തോന്നിയൊരു മനസ്സ് പോകും. ഇതെങ്കിലും പോകണ്ട, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അവിടെ ഇരുന്നു കൊണ്ട് കാര്യം ആ മഹാത്മാക്കളുടെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവിടെ തന്നെ മനസ്സ് അവിടെ എത്തിയിട്ട് അവരുടെ കൂടെയായിരുന്നു ഇരുന്നിരുന്നത്. ഇന്നലത്തെ പാരായണമൊക്കെ ശരിക്കും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഗജേന്ദ്രമോക്ഷമൊക്കെ എന്തു മനോഹരമായിട്ടാണ് അത്. നമുക്ക് ശരീരം മുഴുവനും കോരിത്തെരിച്ചു കൊണ്ടാണ് കേട്ടിരുന്നത്. അങ്ങനെ കേൾക്കാനായിട്ട് സാധിക്കുക തന്നെ ഭാഗ്യമാണ്. അതുപോലെ എത്രയോ ഉണ്ട്. പക്ഷേ അതിലൊന്നും മനസ്സ് വയ്ക്കാണ്ട് അല്ലാണ്ടുള്ളതൊക്കെ കണ്ട് വെറുതെ ആ കണ്ണിൻ്റെ ആഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കണത് അല്ലേ, ഇതല്ലാണ്ട് വേറെ ഒന്നും കാണണ്ടെന്നുള്ള അതുപോലെയാണ് പലരും. ഇവിടെ വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, രാമനെ ഒന്ന് കാണണം. അത് മാത്രമായിരുന്നു ശബരിയുടെ ആഗ്രഹം. ആ രാമനാമം ജപിക്കാൻ, ആ രാമ 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 എന്ന് ആ രാമനാമത്തിൽ രമിച്ചിട്ട് രാമദർശനത്തിന് കൊതിച്ചിട്ട് കാത്തിരുന്നു. അങ്ങനെ ആ ഭക്തി കൊണ്ടല്ലാണ്ട് വേറെ അത് തന്നെയാണ് എന്നെ ഭജിക്കുന്നതിന് വേറെ ഒന്നുമില്ല. ഏത് ആയാലും 3 ലോകങ്ങളിൽ എന്നെ ഭജിക്കുന്നത് കാരണം ഭക്തി മാത്രമാണ്. ആ മുക്തി ലഭിക്കാനും ആ ഭക്തി മാത്രം മതി. അതുകൂടാതെ കണ്ട് തപസ്, വേദാധ്യയനം, ദാനം, ക്ഷേത്രോപവാസം, യാഗം തുടങ്ങിയിട്ട് പല കർമ്മങ്ങളും കൊണ്ട് ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവും അല്ലേ. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പൂജ ചെയ്യുമ്പോഴായാലും ഇപ്പം നമ്മളിവിടെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഓരോന്ന് സമർപ്പിക്കുമ്പോഴാവും നമുക്ക് നമ്മൾ വന്നിട്ട് പറയാം അപ്പോൾ കുട്ടികൾക്ക് ജോലി കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ രോഗങ്ങൾ മാറണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട്, അങ്ങനെ പല വിധത്തിലും നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ നമുക്ക് ആശ്രയിക്കാൻ ഈശ്വരൻ മാത്രമല്ല. അത് തെറ്റാന്നല്ല പറയണേ. അങ്ങനെ പലതും കൂടിയിട്ട് ആശ്രയിക്കണവർക്ക് അപ്പോൾ ആ ഈശ്വരനോട് അങ്ങനെ ഉള്ള ആശ്രയങ്ങൾക്ക് മാത്രമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പ്രേമഭക്തി ഉണ്ടാവണില്ല. അതേസമയം പ്രേമഭക്തി എല്ലാം തരുന്ന കണ്ണനോട്, അങ്ങനെ ഒരു പാട്ടില്ലേ ചേച്ചി, എല്ലാം തരുന്ന കണ്ണനോട് എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല എന്നൊരു പാട്ട് പാടണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തിനാ ചോദിക്കേണ്ട ഒരാവശ്യം? പ്രസവിച്ച് വീണ ഒരു കുഞ്ഞ് ആ അമ്മയോട് ചോദിച്ചിട്ടാണോ അമ്മ നേരത്തിനതിന് മുലപ്പാൽ നൽകണത്? അത് പല സമയത്ത് കരയുമല്ലേ. കരയുമ്പോൾ അമ്മയ്ക്ക് അറിയാം വിശന്നിട്ടാണ് കരയണേ, മുലപ്പാൽ കൊടുക്കാൻ അറിയാം. പിന്നെ കരയുമ്പോൾ അറിയാം അതിൻ്റെ വസ്ത്രങ്ങളൊക്കെ മൂത്രമലങ്ങളായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാണ് കരയണേ. അപ്പോൾ അതൊക്കെ മാറ്റി സുഖമായിട്ട് തണുത്തിട്ടാണ് കരയണേ. ഇതൊക്കെ ആ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ കരച്ചിലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാണ്ട് കുഞ്ഞൊരിക്കലും അമ്മയോട് ആവശ്യപ്പെടുന്നില്ല എനിക്ക് ആ മിഞ്ഞപ്പാൽ തരൂ, ഇത് മാറ്റൂ എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. അപ്പം അതിനെ വേണ്ടതുപോലെ കണ്ടറിഞ്ഞ ആ കുഞ്ഞിനെ ആ അമ്മ എങ്ങനെയാണോ പരിചരിക്കുന്നത് അതുപോലെ ആ ഭഗവാനത നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കേണ്ട ഈശ്വരനാണ്. അപ്പം നമുക്ക് വന്നു ചേരുന്ന പ്രാരാബ്ധങ്ങളെല്ലാം ഈശ്വരനെ അറിയാം. അത് ഇനി ഓരോന്ന് എണ്ണി ഈശ്വരനോട് പറയേണ്ട കാര്യമില്ല. അപ്പം എന്തു തന്നെ കർമ്മപ്രാരാബ്ധങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും സുഖാവട്ടെ ദുഃഖാവട്ടെ അതെല്ലാം ഭഗവാന് സമർപ്പിക്കുക. എൻ്റെ സന്താപവും സന്തോഷവും കൃഷ്ണ നീ എനിക്കേകിയ പുണ്യമല്ലേ. എല്ലാം ഈശ്വരൻ തരുന്ന അനുഗ്രഹമാണ്, പ്രസാദമാണ് എന്ന് കരുതിയിട്ട് അതിനെ
നമ്മുടെ ഭവരോഗത്തിനല്ലേ ചിലതൊക്കെ നമ്മൾ ചില മരുന്നുകളൊക്കെ കഴിക്കണത് മധുരമുള്ളതാവും അല്ലേ. നമുക്ക് രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോൾ ചിലത് മധുരമുള്ള മരുന്ന് കഴിക്കും, ചിലത് എന്താ ചെയ്യുക അത്രയും കയ്പുള്ളതാവും. പക്ഷെ അത് കഴിച്ചാൽ അതിൻ്റേതായ ഗുണമുണ്ട്. കയ്പുള്ള മരുന്ന് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുപോലെയാണ് നമ്മുടെ കർമ്മപ്രാരാബ്ധം. നമ്മുടെ ഈ ഭവരോഗത്തിനെ ഇല്ലാണ്ടാക്കാനുള്ള ഔഷധമാണ് ഈശ്വരൻ തരുന്ന സുഖദുഃഖങ്ങൾ. അതിനെ വേണ്ടതുപോലെ അത് അനുഭവിക്കാനുള്ള ഒരു കരുത്ത് ഉണ്ടാവാൻ വേണ്ടി മാത്രം ആ ഈശ്വരനെ ആ കരുത്ത് നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. നമുക്ക് അവിടെ തളർന്നു പോവാണ്ട്, ആ ദുഃഖം വരുമ്പോൾ തളർന്നു പോവാണ്ടും സുഖം വരുമ്പോൾ ആ ഈശ്വരനെ മറന്നു പോവാണ്ടും ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അത്രയേ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ, വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ടതില്ല. പക്ഷേ അത് എത്ര നമുക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളതാണ് നമ്മുടെ അതാവണമെങ്കിൽ ആ തലത്തിലേക്ക് എത്തണം. ആ തലത്തിലെത്താത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയണു ഇങ്ങനെ എന്തെങ്കിലും ഇച്ഛ വച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് ഒരുത്തനും എന്നെ കണ്ടെത്താൻ കഴിയില്ല. എൻ്റെ നേർക്കുള്ള ഭക്തി മാത്രമാണ് എന്നെ കാണാനുള്ള ഉപായം. അപ്പോൾ എന്നിട്ട് ഭക്തി സാധന എങ്ങനെയാണെന്ന് ചുരുക്കി പറയാം, കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഭക്തി സാധനങ്ങളെ വർണ്ണിക്കണു. ഹരേ കൃഷ്ണ. സജ്ജന സംഘം പിന്നെ കഥാലാഭം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതം മൽക്കലാചാര്യോപാസനം അഞ്ചാമതും പുണ്യശീലത്വം യമനിമാദികളോടും എന്നെ വിട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മനോപാസകത്വം ഏഴാമത് എട്ടാമതും മംഗലശീലേ കേട്ടുധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മത്ഭക്തന്മാരിൽ പരമാധിക്യവും സർവഭാഗ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും തത്വവിചാരം കേളൊമ്പതാമതും ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലം ആദിസാധനം നൂനം ഉത്തമസാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാർക്കൊണ്ടു വിചാരിച്ചാൽ തിര്യജ്ഞോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ കമലോചനേ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനീ മർത്യൻ ഉത്തമതബോധനേ. ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ ഭഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ. ജാനകീ ജീവനസ്മരണം. ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ എന്തു വേണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്താ വേണ്ടത്? സത്സംഗമാണ് വേണ്ടത് എന്ന് പറഞ്ഞു തരുന്നു. ആ സത്സംഗം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? ആ ഈശ്വരൻ്റെ നേർക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ മനസ്സൊന്ന് നീങ്ങിയാൽ സത്സംഗം ലഭിക്കും എന്നുള്ളതാണ്. നമുക്കത് നമ്മുടെ ജീവിതത്തിലൊരു ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഒക്കെ ഉണ്ടാവണ സമയത്ത് നമ്മളെന്താ ചെയ്യുക? അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ തൊഴുത് ഭഗവാനെ ആശ്രയിക്കാമെന്ന് നമുക്ക് തോന്നിയത് തന്നെ ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. അങ്ങനെ ഒരു കാരുണ്യം ഭഗവാൻ നമുക്ക് തരും. ആ കാരുണ്യത്തോടു കൂടിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ വന്നതാ ഈശ്വരനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവിടെ ഏതെങ്കിലും വിധത്തിലൊരു സത്സംഗം നടക്കുന്നുണ്ടാവും, രാമായണമായിട്ടോ ഭാഗവതമായിട്ടോ നാമജപമായിട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടോ ഭഗവാൻ? അത് നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളാണ്. ആ അവസരങ്ങളെ നമ്മൾ ഇല്ലാണ്ടാക്കിയാൽ പിന്നെ ആ കർമ്മപ്രാരാബ്ധം എങ്ങനെയാണ് വിട്ടൊഴിയുക? അപ്പോൾ ആ സത്സംഗമാണ്, ആ സത്സംഗത്തിന് ആണ്. അപ്പോൾ ആ സത്സംഗമാണ് ഒന്നാമതായിട്ട് പറയണത്. അപ്പോൾ അത് കഴിഞ്ഞാലോ ആ ഭഗവാന്റെ ആ കഥകൾ കേൾക്കുക. ആ സത്സംഗത്തിലിരിക്കുമ്പോൾ ധാരാളം കഥകൾ കേൾക്കാൻ പറ്റും, ധാരാളം നാമം ജപിക്കാൻ പറ്റും. പിന്നെ ആ കേട്ടത് നമ്മുടെ ഉള്ളിൽ കേട്ട് കഴിഞ്ഞത് നമ്മൾ ആരോടെങ്കിലും ഒന്നും പറയാൻ കിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ അവിടെ കൊച്ചു മക്കളുണ്ടാവും. അവർക്ക് ചോറ് കൊടുക്കുമ്പോഴോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് അറിയണ പോലെ ആ കഥകളൊക്കെ
അവരോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എൻ്റെ കഥകളെ പറയുക എന്നുള്ളത് ഇതാ രണ്ടാമത്തെ മാർഗ്ഗമാണ്. മൂന്നാമത്തത് എന്താ? എൻ്റെ ഗുണങ്ങളെ കീർത്തിക്കുക എന്നുള്ളത്. അതുപോലെ എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കണത് എൻ്റെ കലകളോട് കൂടി ജനിച്ച ആചാര്യന്മാർ, അതായത് ഈശ്വരാംശം എല്ലാവരിലും ഉണ്ട്. പക്ഷേ ആ സ്വാധ്യായങ്ങളെ കൊണ്ടും നാമജപത്തെ കൊണ്ടൊക്കെ സത്സംഗങ്ങളെ കൊണ്ടൊക്കെ ആ ഈശ്വരനെ കൂടുതൽ പ്രകടമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ചില ജീവന്മാരുണ്ട്, മഹാത്മാക്കൾ. അങ്ങനെയുള്ള മഹാത്മാക്കളെ ആരാധിക്കുക എന്നുള്ളതും ഒരു ഭക്തി സാധനമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഓരോന്ന് പടിപടിയായിട്ട് അങ്ങനെ ചിലവർ പറയാം ഒന്നാമത് ഇത് ചെയ്യണം, രണ്ടാമത് ഇത്, അങ്ങനെയല്ല കേട്ടോ. ഇതെല്ലാം ഭക്തി സാധനങ്ങളാണ്. ഏതിലെങ്കിലും ഒന്നിൽ നമുക്ക് വന്നാൽ അതിൽ നിന്ന് തുടർന്ന് ബാക്കിയെല്ലാം ഉണ്ടാവും. ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോവുകയാണ്, ബസ്സിൽ പോണ സമയത്ത് നമ്മുടെ അടുത്ത് വന്നിരുന്നത് ഒരു മഹാത്മാവ് നമ്മുടെ അടുത്ത് വന്നിരുന്നു, നമുക്ക് അറിയില്ല. അപ്പോൾ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞു. അപ്പോൾ എങ്ങടാ പോണേ? ഞാനിതാ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പ്രഭാഷണമുണ്ട്. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. പ്രഭാഷണം ഉണ്ട്. ഇത് എന്താ പ്രഭാഷണം? ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ശരിക്കും പറയണത്. അതൊരു അനുഭവം കൊണ്ട് പറയണതാണ്. അപ്പോൾ ബസ്സിൽ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോണ സമയത്താണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ്റെ കഥകൾ പറയുക. അത് എങ്ങനെയാണ്? അപ്പം എന്താ എന്നൊക്കെ പറഞ്ഞ് നാമജപത്തെ പറ്റിയിട്ടും ഈശ്വരൻ്റെ കഥകളെ പറ്റിയിട്ട് വൃന്ദാവനത്തെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടുന്ന് അവിടെ എത്തണ വരെ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോട്ടെ എന്നൊരു നമ്പറൊക്കെ മേടിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അത്ര അറിവൊന്നുമില്ല, എനിക്ക് പറയാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നമ്പറൊക്കെ മേടിച്ചിട്ട് പിന്നെ അവർ ഇടയ്ക്ക് എന്നെ വിളിക്കും. ഇവിടെ അടുത്ത് ഞാൻ അങ്ങനെ അമ്പലത്തിലൊന്നും പോവാറില്ല. ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള കൊതി കൊണ്ട് അടുത്ത അമ്പലത്തിൽ പോയി. അവിടെ ഞാൻ ഒരു ദിവസം പോയിരുന്നു. ആദ്യം എനിക്ക് സപ്താഹമാണ്, കഥ പറയുന്നതൊക്കെ മനസ്സിലായി, വായിക്കണതൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാലും കേൾക്കാം. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ അമ്മ ഭാഗവതം വായിക്കാൻ തുടങ്ങി, രാമായണം വായിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഭാഗവതം വായിക്കാൻ എനിക്കും കൂടെ അറിയില്ല. അപ്പോൾ ശരിക്കും അക്ഷരം തെറ്റാണ്ടൊന്നും മൂലമൊന്നും വായിക്കാൻ അറിയില്ല. അവർ വായിക്കാൻ തുടങ്ങി. അത്രയും ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് കൊതിയോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ തെറ്റൊന്നും നോക്കാണ്ട്. അപ്പോൾ അതും അത് ഏത് വിധത്തിലെങ്കിലും മതി. നമ്മളീ പറയണത് ഏതെങ്കിലും ഒന്ന്, ഈ പറയണ ഏതെങ്കിലും ഒന്നിലും നമ്മൾ വന്ന് പെട്ടാൽ ബാക്കിയൊക്കെ പടിപടിയായിട്ടുണ്ടാവും. ഈശ്വരൻ നാമം ജപിക്കാനാണോ? ആ നാമം ജപിക്കുക. ചിലപ്പോൾ നമുക്ക് വേണ്ടതുപോലെ സത്സംഗത്തിൽ വന്നിരിക്കാനോ ഇതിനൊന്നും നമുക്ക് സാധിച്ചു എന്ന് വരില്ല. ഇവിടെ നാമജപം നടക്കുന്നുണ്ട്, അതിലും വന്നിരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അവനവൻ്റെ വീട്ടിലിരുന്ന് നാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നാവുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടെ, നാമം ജപിച്ചുകൂടെ? എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഓരോരോ അവസരങ്ങൾ ആ നാമജപത്തിൽ നിന്ന് നമ്മുടെ കർമ്മപ്രാരാബ്ധം ഒഴിഞ്ഞു പോണത് നമുക്ക് മനസ്സിലാവും അല്ലേ? ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അതറിയാം. നമ്മൾ നാമജപത്തിൽ തുടങ്ങിയതാണ്. ഇത്ര നേരമൊക്കെ വീട് വിട്ടിട്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു 3 കൊല്ലം മുമ്പ് നിങ്ങളാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഒരാളും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ ഒഴിഞ്ഞ് നമുക്കതിന് അവസരങ്ങൾ ഭഗവാൻ ഇത് ഒഴിയും തോറും അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒന്നിനെ ഉപേക്ഷിക്കേണ്ട, വീടിനെ ഉപേക്ഷിക്കേണ്ട, ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ട, അച്ഛനമ്മമാരെ ഉപേക്ഷിക്കേണ്ട, കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ട. അത് ഉപേക്ഷിച്ചാൽ എന്തുണ്ടാവും? കർമ്മച്യുതിയാവും. ഉപേക്ഷിക്കാനേ പാടില്ല. അവർക്ക് ചെയ്തു കൊടുക്കണതൊക്കെ ചെയ്തു കൊടുക്കണം. അതിനെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക വെച്ചാൽ അത് കർമ്മച്യുതിയാവും. അത് നമുക്ക് നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും നമ്മളോട് കൂടി ചേർന്നിട്ടുള്ള എല്ലാത്തിൻ്റെയും കർമ്മ പ്രാരാബ്ധങ്ങൾ സന്തോഷത്തോടു കൂടി അനുഭവിക്കാൻ നമുക്ക് തയ്യാറാവണം. അപ്പോൾ അതിനെയൊന്നും ഉപേക്ഷിക്കുകയല്ല വേണ്ടേ. പക്ഷേ അത് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? നാവ് തന്നിട്ടുണ്ട്, നാവ് കൊണ്ട് നാമം ജപിക്കാൻ തന്നിട്ടുണ്ട്. നാവാണ് ഏറ്റവും മുഖ്യമായിട്ട് നമ്മളുടെ നന്മയ്ക്കും തിന്മയ്ക്കും കാരണമായിട്ട് തീരുന്നത്. നാവിന് 2 ഉപയോഗമുണ്ട്. ആഹാരം കഴിക്കുക എന്നുള്ളൊരു ഉപയോഗമുണ്ട്, രുചി നാവിൻ്റെ. പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ, ഇത് രണ്ടും നമുക്ക് ദോഷവും ഗുണവും ഉണ്ടാക്കുന്നതാണ് അല്ലേ? അമിതമായിട്ട് രുചി നോക്കിയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ ശരീരത്തിന് രോഗാവസ്ഥയിലേക്ക് എത്തിക്കും. ആ രുചി മാത്രം നോക്കി നാവിൻ്റെ രുചിക്കനുസരിച്ചിട്ട് ആഹാരം കഴിച്ചാൽ രോഗാവസ്ഥയാവും. നാവിൻ്റെ രുചിക്കനുസരിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അത് നമ്മൾക്ക് ദോഷമായിട്ട് തീരും.
അപ്പോൾ ഈ നാവ് ഒന്നും മതി നമുക്ക് മുഖ്യ സാധനയ്ക്ക്. നാവ് കൊണ്ട് ഞാൻ സ്വാത്വികമായിട്ട് ആഹാരങ്ങൾ കഴിക്കുക, ഈശ്വര കഥകൾ പറയുക, നല്ലത് പറയുക. ആ നാവിനെ നിയന്ത്രിച്ചാൽ മാത്രം നമുക്ക് ബാക്കിയൊക്കെത്തിന് നിയന്ത്രണം. ഏറ്റവും വേണ്ടത് നാവിനാണ്. നാവിനോരതി നാമത്തിലാകണം, നാമി എന്നുടെ മാനസേ വാഴണം. ആ നാവ് കൊണ്ട് എപ്പോഴും നാമം ജപിക്കുക. അപ്പം നമുക്ക് ചീത്ത വർത്തമാനങ്ങൾ പറയാൻ തോന്നില്ല. എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാവിന് ആ നാമത്തിനോട് ഉള്ള ഒരു കൊതി വന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളെ കർമ്മപ്രാരാബ്ധങ്ങൾ നമ്മളെ വിട്ട് ഒഴിയണത് നമുക്ക് അനുഭവമാവും. തീർച്ചയായിട്ടും അത് അനുഭവമാവും. അത് നമുക്ക് അനുഭവിച്ചറിയാമല്ലോ. അപ്പോൾ ഈ സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, മുക്തി സാധനയ്ക്കായിട്ടുള്ള ആ ഭക്തി സാധനങ്ങൾ ഞാൻ പറയാം. നവവിധ ഭക്തി മാർഗങ്ങളാണ് പറയണത്. അതിൽ ഓരോന്നുമാണ് പറയണത്. അതിലൊക്കെ ഏതായാലും വേണ്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇതൊന്നും അറിയണില്ലെങ്കിലും വേണ്ടില്ല. ഇങ്ങനെ ഈശ്വരനെ ഉപാസിക്കുന്നവരവിടെ ചെന്നിട്ട് അങ്ങനെ പറഞ്ഞ ഒരമ്മ ഗുരുവായൂർ എനിക്കറിയാം. ഇതൊക്കെ അനുഭവം കൊണ്ട് പറയാം. ഗുരുവായൂർ ഇവിടെയും വന്നിട്ടുണ്ട് ആ അമ്മ നമ്മുടെ അവിടെ സത്സംഗത്തിന്. അവർ ഒരു വീട്ടിൽ അടുക്കളപ്പനിക്ക് പോയതാണ്. ആ വീട്ടിലുള്ളവരൊക്കെ നല്ല ഭക്തിയുള്ളവരായിരുന്നു. അവർ സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കണവരായിരുന്നു. അങ്ങനെ അവരെ ശുശ്രൂഷിക്കാൻ പോയി. ആത്മാർത്ഥമായിട്ടുള്ള ആ കാര്യം പൈസയ്ക്ക് വേണ്ടി ജോലി എടുക്കാൻ പോയതാണെന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് പെട്ടതോട് കൂടിയിട്ട് ഒരുപാട് വ്യത്യാസം വന്നു. അവരുടെ ഭർത്താവ് അത്രയ്ക്കധികം മദ്യപാനമൊക്കെ ആയിട്ട് വളരെ ദ്രോഹം. ഞാനിതിന് മുമ്പ് അവരുടെ കാര്യം പറഞ്ഞുണ്ട്. എന്നിട്ട് പക്ഷേ അവിടെ ചെന്നിട്ട് വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഉള്ളതാണ്. പക്ഷേ വായിക്കാനൊന്നും പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ആണെങ്കിൽ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളൊക്കെ ഈ ഭക്തി പുസ്തകങ്ങളാണ്. എന്നിട്ട് ഇത് ഓരോന്നൊക്കെ വായിക്കാനും, അതുപോലെ അവിടെ ഇടയ്ക്കിടയ്ക്ക് സത്സംഗങ്ങളുണ്ടാവും, മഹാത്മാക്കൾ വരും. അപ്പോൾ അതിൽ ആ വീട്ടിലെ ഒരാളായിട്ട് അവരെ അംഗമായിട്ട് കണ്ടിട്ട് അവരെയും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ സാധിച്ചു. അങ്ങനെ സത്സംഗത്തിലൂടെ അപ്പോൾ എന്താ ചെയ്തത്? ഭക്തരായുള്ളവർക്ക് പാദശുശ്രൂഷ ചെയ്യാൻ പോയത് അവിടെ നിന്ന് ഭഗവാൻ നമ്മളെ എത്തിക്കുകയാണ് ഓരോ ദിക്കിൽ കൊണ്ട്. അപ്പോൾ അതുവരെ മദ്യപാനം കൊണ്ട് വളരെയധികം ദ്രോഹം, ശരീരത്തിനെ വളരെയധികം ദ്രോഹിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ പ്രതികരിക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു. നമുക്ക് നമ്മളുടെ ദേഹം വേദനിക്കുമ്പോൾ ഏതൊരു മനുഷ്യനായാലും പ്രതികരിക്കുമല്ലോ. പിന്നെ ഇത് ഇങ്ങനെയുള്ളൊരു സത്സംഗം കിട്ടിക്കളഞ്ഞപ്പോൾ ആകെ കൂടി നിശ്ചയിച്ചത് എന്നെ എന്ത് ചെയ്താലും ഞാൻ പ്രതികരിക്കില്ല എന്നൊരു ഉറപ്പെടുത്തു. ആ പ്രതികരണങ്ങളെല്ലാം നിർത്തിവെച്ചു. അതോട് കൂടിയിട്ട് വല്ലാണ്ട് പ്രതികരിക്കാണ്ടായപ്പോൾ അവരുടെ ദേഹോപദ്രവം കുറഞ്ഞു. അങ്ങനെ പിന്നെ വീട്ടിലിരിക്കാൻ തുടങ്ങി, രാമായണം വായിക്കാൻ തുടങ്ങി, പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ അത്രയും ഭക്തിയോട് കൂടിയിട്ട് ഇപ്പോൾ അവർ സുഖമായിട്ട് ഇപ്പോൾ സപ്താഹം കേട്ടുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ ഇവിടെ ഇരുന്നും മനസ്സിലാക്കേണ്ടത്. കാരണം ആ ഗൃഹത്തിൽ അവിടെ ഗുരുവായൂർ ഇപ്പോൾ സപ്താഹം നടന്നുകൊണ്ടിരിക്കുക. കൃഷ്ണപ്രേമി സ്വാമികളുടെ മരുമകളും ശിഷ്യൊക്കെ ആയിട്ട് ഹരിപ്രിയയുടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ, ഭാഗവത സപ്താഹം. അപ്പോൾ ഈ ഒരു കർക്കിടക മാസം അല്ലെങ്കിൽ ഞാൻ അവിടെയൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അതിലൊക്കെ ലയിച്ചിരിക്കും ഇപ്പോൾ അവരുടെ ഒരു. അപ്പം നോക്കൂ, അതാണ് ഭഗവാന്റെ കാരുണ്യം. അതാണ് പറയുന്നത്, ഭഗവാൻ കാരുണ്യം കൊണ്ടാണ് വരണത്. ആ കാരുണ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഏതിലെങ്കിലും ഒന്നിൽ നമ്മുടെ മനസ്സ് എങ്ങനെയെങ്കിലും ഭഗവാൻ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ നമ്മളത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ മതി. അത് പ്രയോജനപ്പെടുത്തണില്ല വെച്ചാൽ എന്താ ചെയ്യുക? അല്ലെ, വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് ഉരുട്ടി വായയിൽ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ വായ തുറന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയണ പോലെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മന്ത്രം ജപിക്കുക, എന്തെങ്കിലും ആണെങ്കിൽ, പിന്നെ ഒന്നുമില്ലെങ്കിലും വേണ്ടി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുക, എല്ലാത്തിലും ഈശ്വരനാണെന്നറിയുക. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും പെരുമാറുകയാണെങ്കിൽ ആ ഈശ്വരഭക്തി ഉണ്ടാകുന്നു. ഭഗവാൻ, ഇത് വേറെ ആരുടെയും വാക്കല്ല, ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ വാക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഭക്തി സാധനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഭക്തി ചോദിക്കുകയാണ്, ആലോചിച്ച് നോക്കി ആർക്കാ ഭക്തി ഉള്ളത് എന്നുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇനി പാരായണം ചെയ്തത്.
ഇല്ല വലിയ ഈ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയും അടുത്തിതു നിനക്കു തപോധനെ ജാനകി മാർഗം അറിഞ്ഞിടിൽ നീ കഥയണം കേനവ അല്ല അവിടെ ഉത്തമേ ഭക്തി നിത്യമാക്കുള്ളൂ വിചാരിച്ചാൽ തന്നിട്ട് തെറ്റിയ യോനികൾക്കെന്നാകിലും മൂഢന്മാരാം അത് തൊട്ട വായിക്കണ്ടേ. ഉത്തമായിതു ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യം ആക്കുള്ളു വിചാരിച്ചാൽ തിര്യയോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ അതാണ് പ്രേമത്തോട് കൂടിയിട്ടുള്ള ഭക്തി വേണമെന്ന്. കാര്യസാധ്യത്തിനുള്ള ഭക്തി വേണം എന്നല്ല പറയണത്. ഏത് ആരായിക്കോട്ടെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, എങ്ങനെയാണെങ്കിലും വലിയ പ്രേമത്തോടു കൂടി, അതായത് ഈശ്വരനിൽ ഭക്തി ഉണ്ടാവേണ്ടത്. ഈശ്വരനെ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹിക്കുക. ഈശ്വരൻ്റെ രൂപം കാണുമ്പോൾ സന്തോഷം, അലങ്കാരം കാണുമ്പോൾ സന്തോഷം, ഭഗവാന്റെ നമ്മളുടെ ഏറ്റവും നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോടുള്ളൊരു സ്നേഹം പോലെ ഏത് വിധത്തിലും കാണാം. അച്ഛനായിട്ടോ ഭർത്താവായിട്ടോ എങ്ങനെയാണ് നമ്മളുടെ കാണുന്നതിൻ്റെ ഏറ്റവും സ്നേഹം നമ്മുടെ ഉള്ളിൽ ആരോടാണ്? അത് ഭഗവാനിൽ ആരോപിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് വരിക, വർത്തമാനം പറയുക. ഒരു അമ്മ, കോഴിക്കോടുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയെ ഞാൻ എപ്പോഴും സത്സംഗത്തിലിരിക്കുമ്പോൾ ആലോചിക്കുക, അമ്മ കഥ പറയാനായിട്ടിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് ഭഗവാന്റെ കഥ പറയാനായിട്ട് ഇങ്ങനെ സാധിക്കുമോ എന്ന് കൊതിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട്. അത് ഗുരുവായൂരപ്പൻ ഏറ്റെടുത്തോണ്ടാണ് ഇതുപോലെ. ആ അമ്മയുടെ പേര് പത്മിനി മേനോൻ എന്നാണ് ആ അമ്മയുടെ പേര്. ആ അമ്മ കോഴിക്കോട് നിന്ന് ഗുരുവായൂർ കഥ പറയാൻ വേണ്ടിയിട്ട് അമ്മയെ വിളിച്ചപ്പോൾ ഒരു തവണ ആരും കൂടെ വരാനില്ലാണ്ടായിട്ട് എന്നോട് ചോദിച്ചു, മോളെ ഒന്ന് എൻ്റെ കൂടെ വരുമോ, നമുക്ക് പോവുക കഥ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ മൂത്ത മോനും കൂടിയിട്ട് ആ അമ്മയ്ക്ക് കൂട്ടായിട്ട് വന്നു. എന്നിട്ട് അമ്മ അപ്പോൾ അന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കഥ പറയാനായിട്ട് ഇവിടുന്ന് ദേവസ്വത്തു നിന്ന് തന്നെ വിളിക്കണതാണ്. അതവിടെ സ്റ്റേജ് അവിടെ പറയുമ്പോൾ അവരവിടുന്ന് മുറി കൊടുക്കും, താമസിക്കാനുള്ള മുറിയും കൊടുക്കും, തൊഴാനും പറ്റും. അത് കാണിച്ചാൽ കൂടെ അവിടെ പോയി തൊഴാം. ഇത്ര തിരക്കില്ല അന്ന്. എന്നിട്ട് അമ്മ ഈ കഥ പറയാനുള്ള കത്ത് കാണിച്ചിട്ട് തൊഴാൻ പോയിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് അതിപ്പോഴും ആലോചിക്കണം. കണ്ണനാഴ്ച കത്ത് കിട്ടിയിട്ടോ, എനിക്ക് കത്ത് കിട്ടി, ഞാൻ വന്നിട്ടുണ്ട്, വേണ്ടതുപോലെ കഥ പറയാൻ എന്നോട് സമ്മതിക്കണം കേട്ടോ, കണ്ണൻ വരണട്ടാ, തിരക്കാന്നവന് വരാണ്ടിരിക്കരുത്, കഥ കേൾക്കാൻ വരണട്ടാ, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് വേറെ ഒന്നുമല്ല അമ്മ പ്രാർത്ഥിക്കണേ. ഇതാണ് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് ഗണപതിയുടെ അടുത്ത് കണ്ടിട്ട് അപ്പോൾ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഗണപതിയോട് ഇതുപോലെ പറഞ്ഞു, ഉണ്ണി ഗണപതിയെ ദേ ഗുരുവായൂരപ്പനാഴ്ച കത്ത് കിട്ടിയിട്ടാട്ടോ ഞാൻ വന്നേക്കണേ, യാതൊരു ഒന്നും കുഴപ്പമൊന്നും ഇല്ലാണ്ട് നീ എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ, എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നോളോട്ടോ, എന്തെങ്കിലും കാര്യം ഞാൻ തുമ്പിക്കൈകൊണ്ടൊക്കെ ഇങ്ങനെ എന്നെ തൊട്ട് പറയണേ. അവർ വേറെ ഒരാളും അവിടെ നിൽക്കണത്, ചുറ്റും നിൽക്കണ ആൾക്കാർ കേൾക്കുന്നുണ്ടോ അതുകൊണ്ട് ഒന്നും നോക്കണില്ല. അവർ ശരിക്കും ഭഗവാനെ കണ്ട് സംസാരിക്കണ പോലെയാണ്. അത്രയും ഒരു ഭക്തിഭാവമാണ് അവർക്ക്. അത് എന്താ പറയുക, അങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ ഒരു അതാണ് പ്രേമഭക്തിയുടെ ഒരു ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് ഭഗവാനെ ആരോടായാലും ഫോട്ടോയിലായാലും കണ്ട് സംസാരിച്ച് അങ്ങനെയാണ് ഓരോന്നിലും. അതെ, ആ ഭഗവാൻ കൂടെയുണ്ട്, അവരെ വർത്തമാനത്തിലും അതെ, ഈശ്വരൻ ഭഗവാൻ തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ണി ഗണപതി ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു കഥ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരാ കുട്ടികൾ സന്തോഷിക്കണില്ല എന്നുള്ള നിലയ്ക്ക് അവരുടെ ഭാവമൊക്കെ കാണുമ്പോൾ അതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. അതാണ് ലക്ഷണമായ ഭക്തി എന്ന് പറയുമ്പോൾ. അതുപോലെയുള്ള ഭക്തി വേണം, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അവർക്ക് ആകെ ഇഷ്ടം ഈശ്വര കഥകൾ പറയാനാണ്. അപ്പോൾ അത് വേണ്ടതുപോലെ ആവണമെന്ന് മാത്രമേ വിചാരമുള്ളൂ. എന്തൊരു വലിയൊരു അനുഭവമായിരുന്നു എന്നറിയോ അത്. അവരുടെ കൂടെയൊക്കെ ഒന്ന് ചെന്ന് നിന്നത് കൊണ്ടാവും ഇന്ന് ഈ ഭഗവാന്റെ കഥകൾ അല്പമെങ്കിലും എനിക്കറിയാം. അതിൻ്റെ ഒരംശം പോലും പറയാൻ എനിക്കറിയില്ല. ആ അമ്മ പറയണതിൻ്റെ ഒരംശം പോലും ഞാൻ പറയണത് പോലെ അമ്മ പറയണതിൻ്റെ ഒരറ്റത്തേക്ക് എത്തണില്ല. പക്ഷേ കൊതിയുള്ളത് കൊണ്ട് ഭഗവാൻ ഇനി എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ജന്മത്തിൽ അതുപോലെയൊക്കെ കഥ പറയാൻ പറ്റിയായിരിക്കും എന്നുള്ള കൊതിയോട് കൂടിയിട്ട് കാത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത്രയാണ്. അപ്പോൾ അങ്ങനെ ആ പ്രേമത്തോട് കൂടിയിട്ടാവുമ്പോൾ പിന്നെ ആ തത്വാനുഭൂതിയൊക്കെ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അർത്ഥങ്ങൾ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തോന്നണ പോലെ നമ്മളെ തന്നെ ഉണ്ടായിക്കോളും. അതോടെ ആ മനുഷ്യ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കും. അങ്ങനെ ഉള്ള അനുഗ്രഹമാണ് ഇവിടെ അതാ പറയണത്. ആകയാൽ മോക്ഷത്തിനു കാരണം വായിച്ചു. പ്രിയേ മുനി പ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ
മുക്തിയുമടുത്തിതു നിനക്കു തപോധനെ ജനകീ മനോരഞ്ജലി പറയണം സീതാമൽപ്രിയ മനോഹരി രാഘവാക്യമേവം കേട്ടു ശബരിയും ആകുലം മകലുമാറാകരാലുര ചെയ്താൽ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാശരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാവൂരം കൊണ്ടുപോയ ദൂതരസകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു മകളെ ഞാൻ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ പശ്യാപർവതവരം ദൃശ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ 4 മന്ത്രികളോടും കൂടെ ബാലിയെ പേടിച്ചു സങ്കേത അതല്ലേ അത് അടുത്ത വരികയാണ്. അതെയോ? ഓ, ഇതിലിങ്ങനെയാ കൊടുത്തേ. വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ 4 മന്ത്രികളോടും കൂടി മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവനീ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽ പാദപങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ ഭക്തി പൂണ്ടിത്തം മുക്ത ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി നീരജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നും ഇല്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. വായിച്ചോളൂ. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തം അരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയാ ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളി പൈതലാനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. ഇത്യധ്യാത്മരാമായണേ മാമഹേശ്വര സംവാദേ അരണ്യകാണ്ഡം സമാപ്തം. ആ ശബരി അങ്ങനെ ഭഗവാനെ ക്ഷണത്തോടുകൂടി ആ ഭഗവാനിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ആ രാമനെ ദർശിച്ചുകൊണ്ട് തൻ്റെ ആ ദേഹത്യാഗം ചെയ്ത് രാമനോടുകൂടി ചേർന്ന ഭാഗങ്ങളോട് കൂടിയിട്ട് ആ ആരണ്യകാന്ഡം അവിടെ സമാപിച്ചു. കിഷ്കിന്ധാകാന്ഡം തുടങ്ങുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശാരിക പൈതലേ ചാരുശീരേ വരീകാരോമലേ കഥാശേഷവും ചൊല്ലു നീ.
ചൊല്ലുവാനെങ്കിൽ അലങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥാസൂനു കൗസല്യാതനയനവരജൻ തന്നോടും പമ്പാസരസ്തടം ലോക മനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളീടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശാവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല്ല പത്മാകൽഹാര കുമുദനീലോൽപല മണ്ഡിതം ഹംസാകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുടാഗോയാഷ്ടി സർപ്പ സിംഹവ്യാഘ്ര സൂകരാസേവിതം പുഷ്പാലതാ പരിവേഷ്ടിതാപാദപ സൽഫലാസേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കുതൂഹലം പൂണ്ടു തണ്ണീ കൊടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാൻ. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലന്മാരിരുവരും ഋഷിമൂകാദ്രീവ് വാസ്യസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരാഹം പുറഞ്ഞു കരകയും ഭൂതായുധാത്തി മുഴുത്തു പറകയും മതി കലർന്നു നടക്കും വിധോഭിതനായി വന്നു. ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു ഉത്തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിടിനാരി വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെ തയ്യുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാൽ ഇന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലി വീരാപരാക്രമമുള്ളവരയും തേജസം ദിക്കുകളൊക്കെ വിളങ്ങുന്നു. കൺക നീ താപസാവേഷം ധരിച്ചിരിക്കുന്നതു ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുതാജെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാഭഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വസ്ത്രപ്രസാദ സ്മേരാസംജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം മഞ്ജസാചെന്നു നമസ്കരിച്ചിടിനാൻ. അഞ്ജനാപുത്രനും ഭർതൃപാദാൻഭുജം ആഞ്ജനേയ സ്വാമിക്ക് ജയ്, ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഭഗവാനും ഹനുമാൻ സ്വാമിയും തമ്മിൽ ആദ്യത്തെ ദർശനമാണ് ഇവിടെ. കഞ്ചാവിലോചനന്മാരായ മാനവാകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പോണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറിയുകയാൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോട് സാദരം. ദിക്കുകാള ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസീപാതി സദൈവമേ വിശ്വൈക വീരന്മാരായ യുവാക്കളാമശ്വനി ദേവകളോ മറ്റന്യേ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർമായ മാനുഷാകാരേണ സഞ്ചരിക്കുന്നത് ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്തനം മഹീതലേ വന്നു രാജ്യാന്യവേഷണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾ ഇത്യതൗ ലീലയാ നിത്യത സ്വതന്ത്രന്മാർ മുക്തി നൽകുന്ന നാരായണന്മാരെന്നുൾത്താരിൽ നിന്നു തോന്നുന്നു നിരന്തരം. ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടിന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. പശ്യാസഖേ വടൂരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ലൊരു വയ്യാകരണൻ വടു നിർണയം. മാനവാവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘൂതരം. രാമനെന്നുടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്ര തനയാനവൻ ഇവൻ മമ
സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കമീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. സദാ നിയോഗേന കാനനാസീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവൻ. ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതീചണ്ഡനായോരു നിശാചരൻ വന്നുടൻ. ജാനകി ദേവിയെ കട്ടുകൊണ്ടിടുവാൻ കാനനെ ഞങ്ങൾ നടക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമനെന്നുടെ രാമം ദശരഥാ ഭൂമി ബാലേന്ദ്രാതനയാനിവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കമീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. സാധാ നിയോഗേന കാനനാസീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവൻ. ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതീചണ്ഡനായോരു നിശാചരൻ വന്നുടൻ. ജാനകി ദേവിയെ കട്ടുകൊണ്ടിടുവാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. കണ്ടീല വേളെ ഒരിടത്തും ഇന്നിഹ കണ്ടുകിട്ടി നിന്നെ നീയാരടോ സഖേ ചൊല്ലിയിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കുപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലികബീശ്വരാനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂഹാചലം സംഘസാങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായൂതനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജ രാമയം തീർത്തു രക്ഷിച്ചു കൊള്ളണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കു വരികളെ. വേല ചെയ്യാമതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇത്തം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളുകൾ താപമെല്ലാം അകലും ദയാനിതേ എന്നുണർത്തിച്ചു. നിജാഗതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലമാറുമാരുതി. സ്കന്ധമേറിയിടുവിൻ നിങ്ങൾ ആകുലാഭാവമകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുകണ്ടുൽപ്പല നേത്രനുവാദവും ചെയ്തു.
ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മാറെടുത്തു നടന്നിതു മാരുതി സുഗ്രീവ സന്നിധം കൊണ്ടു ചെന്നിടിനൻ വ്യഗ്രങ്ങളേകാ നീ ഭാസ്കരാനന്ദന ഭാഗ്യമഹോ ഭാഗ്യമോത്തോളം എത്രയും ഭാസ്കര വംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകൂ മനുജനും കാമധാരാർത്ഥ ഇവിടേക്കെഴുന്നള്ളി സുഗ്രീവനോടി വണ്ണം പറഞ്ഞദ്രീശ്വരഗ്രേ മഹാതരുഛായാതലേ തഥാ വിഷയനായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളീടിനാൻ വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ ഭീതികളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയാതാരെയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സംഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായൊരു സുഗ്രീവനും അന്നേരം ആദരാപൂർവമുദ്ധായാസ സംഭ്രമം വിഷ്ടപാനാഥാനിരുന്നരോളിടിനാൻ വിഷ്ടാരാർത്ഥം നല്ല പല്ലവാചാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാനതു നേരം ഇഷ്ടനം മാരുതി ലക്ഷ്മണനോ ഒടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ടരുളിനാൻ തുഷ്ടി എല്ലാവരും ഇരുന്നിടിനാൻ നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാം ആദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോട് ആശു ചൊല്ലിയിടിന് നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞയാൽ ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ കറ്റുവൻ നിർണയം രാവണൻ തന്നെ സകൂലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മനവാവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലാമൊരു ദിനം പുഷ്കരാനേത്രയായൊരു തരുണിയെ പുഷ്കരാമാർഗേണ കൊണ്ടുപോയേനൊരു രക്ഷോവരനതു കണ്ടു നേരമസുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാഞ്ഞു ദീനയായി രാമരാമേതി മുറയിടുമ്പോൾ തവാ ഭാമിനി തന്നെ അവൾ എന്ന ദേവരും ഉത്തമയാമവൾ ഞങ്ങളെ ഉത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോ മനവാവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. അർണോജനേത്രാനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്വാങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമാവല്ലഭേ നാദേ നളിനാദളായതാലോചനെ രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയാമതിപൂർവം തിരുമാറിലുമൂട്ടിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ ദുഃഖിയായതുമേ രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജാനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരെ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയായതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചയച്ചു നൽകിയിടുവാൻ ദേവിയെ കൈക്കൊൽക ധൈര്യം ദരിദ്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കൂമെന്നുറച്ച
ഹരേ കൃഷ്ണ. സിദ്ധിക്കുമെന്നുറച്ചാരമഖേതം കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിനാരുളിടിനാൻ ജാനകി ജീവനസ്മരണം. അങ്ങനെ ആ ശബരിയുടെ വാക്കുകൾ കേട്ടിട്ട് ആ കിഷ്കിന്ധയിലേക്ക് അവിടെ ഇതാ പറയണു, അവിടെ ആ കിഷ്കിന്ധയിലേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് അവരെ കണ്ടപ്പോൾ ആകെ സുഗ്രീവന് ഭയമായി. ആരെങ്കിലും ശത്രുക്കളാണോ എന്ന്. എന്നിട്ട് ഹനുമാൻ സ്വാമി പറഞ്ഞേക്കണു. ഹനുമാൻ സ്വാമി ഇവിടെ വന്ന് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി രാമചന്ദ്രനാണെന്ന് അറിഞ്ഞപ്പോൾ ആ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് സുഗ്രീവൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. അങ്ങനെ ആ സുഗ്രീവൻ രാമനും കൂടിയിട്ട് സഖ്യം ചെയ്തു. പരസ്പരം സഖ്യം ചെയ്യുകയാണ്. അവർ രണ്ടാളും കൂടിയിട്ട് സഖ്യം ചെയ്യണില്ല. സീതയെ വീണ്ടെടുക്കാനായിട്ട് ഞാനിതാ സഹായിക്കാമെന്ന് സുഗ്രീവനും, അതുപോലെ സുഗ്രീവൻ്റെ ശത്രുവായിട്ടുള്ള ബാലിയിൽ നിന്ന് സുഗ്രീവനെ രക്ഷിക്കാമെന്ന് ശ്രീരാമചന്ദ്രപ്രഭുവും പരസ്പരം സഖ്യം ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇവിടെ പാരായണം ചെയ്തത്. ഇനി അവരുടെ ശത്രുതയ്ക്കുള്ള കാരണം സുഗ്രീവ സ്തുതി, അത് രണ്ടും കൂടി വായിച്ചിട്ട് സ്തുതിയോട് കൂടിയിട്ട് സമർപ്പിക്കും. ജാനകീ ജീവനസ്മരണം. പണ്ടു മായാവി എന്നൊരസൂരേശ്വരനുണ്ടായിരുന്നു. മയൻ തന്നെ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധനായി നടന്നിടും ദശാന്തരെ കിഷ്കിന്ധയാമ്പുരി പുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു കൊണ്ടതീ ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ജ്ഞാനവും അതു കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പൊക്കിതു. വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ, ഞാൻ അതിൽ പൊക്കിവൻ തന്നെ ഒടുക്കുവാൻ. നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികയിൽ അസുരൻ മരിച്ചിടും ചോരാവരികയിൽ അടച്ചു പോയി വാഴുക നീ. ഇത്തം പറഞ്ഞതിൽ പൊക്കിയതു ബാലിയും തത്വവില്ലദ്വാരി നിന്നേനടിയനും പോയതു കാലാമൊരു മാസമെന്നിട്ടും ആഗതനായതുമില്ലാകീശ്വരൻ വന്നിതു ചോരാവിലാമുഖം തന്നിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരീതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ധാബുക്കീടിനാൻ. മർക്കടാവീരനും ദുഃഖിച്ചതു കാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാൻ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവന്തത. കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാനെന്നോടടുത്തു പയ്യനെ ഞാൻ എല്ലായിടവും പാഞ്ഞ് ഇരിക്കരുതാഞ്ഞെങ്ങും നീളെ നടന്നുഴന്നിടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ. ഋഷ്യമുഖാജലേ വന്നിരുന്നിടിനൻ വിശ്വാസമോടു ഞാൻ. വിശ്വനാഥ വിഭോ മൂടനമ്പാലി പരിഗ്രഹിച്ചിടിനാൻ. ആരൂഢരാഗം മമ വല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപാദ പങ്കേരുഹസ്പർശ കാരണാൽ ഇപ്പോൾ അതീവാസുഖവും ഉണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്ദനം മിത്രദുഃഖേന സന്തപ്തനം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാന്തവാ ശത്രുവീനെ കൊന്നു. പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യാമിതു രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞിതു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. സർവലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബഹുപരാക്രമൻ ദുന്ദുബിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി. മാഹിഷാവേഷമായി യുദ്ധത്തിനായി വിളിച്ച നേരത്തതീകൃതനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശംഖം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി. ചവിട്ടിപ്പറിച്ചവൻ ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞിതു. രക്തവും വിണിതു മതങ്കാശ്രമസ്ഥലെ. ആശ്രമാദോഷം വരുത്തിയ ബാലി
ഇപ്പോൾ ബാലി പോന്ന യശ്യമുഖാജലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലാപുരി പുക മദ്വാക്യ ഗൗരവാൻ എന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരികയില്ല. ഞാനതു കൊണ്ടും ഇവിടെ വസിക്കുന്നു മനസ്സേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുഭീതന്റെ തല ഇതു കൺകരു മന്ദരം പോലെ കിടക്കുന്നതു ഭവൻ. ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ഭക്തിശക്തനോ കൊന്നുകൂടും കവീവ വീരനെ നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ തന്നെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശായോജന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നെന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാൻ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്നവാ സപ്തസാലങ്ങൾ ഇവയല്ലോ ബാലിക്കു മൽപ്പിടത്തിൽ തന്നെയുള്ള സാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ച് ഇളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റേയൊരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യാന്യോത്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്ത് എഴുതരുളിടിനാൻ. സ്ഥലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്ന അച്യുതൻ തുണീരവൻ പൊടു പുക്കാനതു നേരം വിസ്മിതനായൊരു ഭാനൂതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ. സഖ്യം കഴിഞ്ഞിട്ട് തൻ്റെ ശത്രുതയ്ക്കുള്ള കാരണം പറയാണ്. പണ്ട് മയൻ്റെ പുത്രനായ മായാവി വന്നിട്ട് ആരോടും കൈക്കരുത്ത് തീർക്കാൻ ആരും ഇല്ലാണ്ടായിട്ട് അഹങ്കാരത്തോടു കൂടി നടന്നിട്ട് കിഷ്കിന്ധയിൽ വന്നിട്ട് ബാലിയെ വെല്ലുവിളിച്ചു. അപ്പോൾ ഒരു രാജാവിൻ്റെ കാര്യങ്ങൾ രാജാവ് പലതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ പല കാര്യങ്ങളും രാജാവ് ശ്രദ്ധയോട് കൂടിയിട്ടല്ല ഇവിടെ ചെയ്തത്. രാജാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ചാടി പുറപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോവുക എന്നുള്ളത് തന്നെ അത് വളരെ വീണ്ടും വിചാരത്തോടു കൂടിയിട്ട് വേണം. ഇതിപ്പോൾ ശരിയാണ്, ഒരു രാജാവിൻ്റെ അതായത് വില്ലാളി വീരനായ ഒരാളോട് വന്നിട്ട് അവരുടെ മുമ്പിൽ വന്ന് വെല്ലുവിളിക്കുമ്പോൾ ഇറങ്ങി ചെന്ന് യുദ്ധം ചെയ്യുക എന്നുള്ളത് ശരി, ധർമ്മമാണ്. പക്ഷേ ആ അസുരൻ തോറ്റ് ഓടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടി പിന്നെ തോറ്റുപോയി, അതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി എന്ന് വരികയാണെങ്കിൽ അപ്പം നോക്കാം എന്നുള്ളതല്ലാണ്ട് പിന്നാലെ വീണ്ടും പോയി ആ ഗുഹയ്ക്കകത്ത് പോയിട്ട് അതിനെ വധിച്ചിട്ടേ വരുള്ളൂ എന്നുള്ള ഭാവത്തിൽ പോയി. ആ സമയത്ത് പറഞ്ഞു അത് ഒരു അസുരനാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ ഗുഹയിൽ അസുരൻ മരിച്ചാൽ ചോര വരിക, ഞാനാണെങ്കിൽ പാലാണ് ഒഴുകി വരിക, അത് ഞാനാണെങ്കിൽ ചോര വരിക, അസുരൻ മരിച്ചാൽ പാലൊഴുകി വരും എന്ന് പറഞ്ഞു. ആ അസുരൻ്റെ സ്വഭാവങ്ങളൊന്നും അറിയാത്തതല്ല ഈ ബാലിക്ക്, അല്ലേ? അസുരൻ്റെ മായ കൊണ്ടാണ് ആ ചോര ഒഴുകി വരാനായിട്ട് കാരണം ഉണ്ടായത്. ബാലി മരിച്ചിട്ടല്ല, അസുരൻ മരിച്ചിട്ടും ചോര വരാൻ കാരണം എന്താ? അസുരൻ്റെ മായ കൊണ്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു മാസമായിട്ടും കണ്ടില്ല, ചോര വന്നു എന്ന് കണ്ടപ്പോൾ സുഗ്രീവൻ പറഞ്ഞ പോലെ തന്നെ അത് അടച്ച് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് പിന്നെ രാജ്യം അനാഥാവാണ്ടിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി രാജ്യം ഏൽപ്പിച്ചു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അടച്ചതാണ് എന്ന് പറഞ്ഞു വന്നു ബാലി ക്രുദ്ധനായിട്ട്. ഒരു രാജാവാകുമ്പോൾ നീതിമാനാണെങ്കിൽ രണ്ടു വശവും കേൾക്കണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കില്ല എന്നുള്ളത് ശരി. പക്ഷേ എന്തുകൊണ്ടാണ് നീ അത് അടച്ചത്, എന്താണ് എന്ന് ആ സുഗ്രീവൻ്റെ വാക്കുകളെ കേൾക്കാൻ ഒരിക്കലും ശ്രദ്ധിച്ചില്ല. ഈ സുഗ്രീവൻ ഈ ചെയ്ത കാര്യങ്ങൾക്ക് അവിടെ തന്നെ കിഷ്കിന്ധയിൽ തന്നെ അത് അനുഭവമുള്ള വേറെയും വാനരന്മാരുണ്ടാവും. ആരോടും അതിനെപ്പറ്റി കൂടി ആലോചിക്കുകയോ വേണ്ടതുപോലെ ചിന്തിക്കുകയോ ചെയ്തില്ല. എന്നാൽ ശരി, സുഗ്രീവൻ പോയതിന് ശേഷവും ഈ ബാലിയെ പേടിച്ചിട്ട് ഒരാളും സത്യം പറഞ്ഞില്ല, ബാലിയൊട്ട് ചോദിച്ചറിയാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഒരു രാജാവ് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അത്. രാജാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓരോ പ്രജകളെയും സംരക്ഷിക്കേണ്ടത്, അവർക്ക് നീതി ഉറപ്പാക്കേണ്ട രാജാവ് തന്നെ അവർക്ക് വിരോധമായിട്ട് വരികയാണ് ചെയ്യണത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ ബാലി ചെയ്തു. പിന്നെ
അങ്ങനെ ആ സുഗ്രീവനെ അവിടെ നിന്ന് വധിക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ സുഗ്രീവൻ ഇവിടെ അവിടെ നിന്ന് വന്നിട്ട് ഋഷ്യമുഖാജലത്തിൽ വന്ന് താമസിക്കുകയാണ്. കാരണം ഇവിടെ ഒരു ശാപം കൊണ്ട് ബാലി വരില്ല. ഇതിനു മുമ്പ് തന്നെ ബാലി ഒരു പോത്തിൻ്റെ രൂപത്തിൽ വന്ന ഒരു അസുരനെ വധിച്ചിട്ട് അതിൻ്റെ ആ ഉത്തമാംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തല പിഴുതിട്ട് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണത് ഈ ഋഷ്യമുഖാജലത്തിലാണ്. അപ്പോൾ അതിൽ നിന്ന് വലിച്ചെറിയുമ്പോൾ രക്തത്തുള്ളികൾ മഹർഷി പൂജ ചെയ്യുന്ന ആ ഇതിലൊക്കെ വന്നിട്ട് അത് അശുദ്ധമായിട്ട് തീർന്നു. ആശ്രമം അശുദ്ധമായിട്ട് തീർന്നു, ആശ്രമത്തിലേക്ക് തെറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ബാലി ഇനി ഇവിടേക്ക് പ്രവേശിച്ചാൽ തല പൊട്ടിത്തെറിച്ച് പോട്ടെ എന്ന് ശാപമുണ്ടായി. അതുകൊണ്ടാണ് അങ്ങനെ വീണത്. അപ്പോൾ പ്രദേശത്തെ അശുദ്ധമാക്കിയത് കൊണ്ട് ആ ശാപം നേടിയത് കൊണ്ട് ബാലി ഇവിടെ വരില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കണത് എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ ആ ദുന്ദുബിയുടെ തലയാണത്, ആ പർവ്വതം പോലെ. ഇത് പർവ്വതമല്ല മുന്നിൽ കാണുന്നത്, ആസുരൻ്റെ തലയാണ്, വളരെ വലുതാണ്. ഇതിനെ ആരാണോ അതിനെ എടുത്ത് പൊന്തിക്കാൻ കഴിയണത് ആ ആൾക്ക് ബാലിയെ വധിക്കാൻ കഴിയുന്നു പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ തൻ്റെ കാലിൻ്റെ പെരുവിരല കൊണ്ട് ഒരു തട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അത് 10 യോജന അകലെ പോയി വീണു എന്നുള്ളതാണ്. എന്നിട്ടും നമുക്കും അതെ, ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ ഓരോന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ ആ സുഗ്രീവൻ്റെ പോലെ തന്നെയാണ് നമ്മളും. അപ്പോൾ നമുക്ക് അനുഭവമാവും ഭഗവാനെ ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടിയാലും പിന്നെ നമ്മൾ അപ്പോൾ നമുക്ക് പൂർണ്ണ വിശ്വാസമാവില്ല, അത് ഈശ്വരൻ്റെ കാരുണ്യം ഇതാവോ. പിന്നെയും അടുത്തത് പറഞ്ഞു, ഇങ്ങനെതാ ഈ വൃക്ഷങ്ങളെ ഇത് വീഴ്ത്തിയാൽ രക്ഷയുണ്ടാവും എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞപ്പോൾ ആ സുഗ്രീവൻ്റെ സ്തുതി, ആ സ്തുതി വായിച്ചിട്ട് നമുക്ക് സമർപ്പിക്കാം. സാക്ഷാൽ ജഗന്നാഥനം പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനും എനിക്ക് യോഗം വന്നു. ജന്മാമരണ നിവർത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷദനായ ഭവാനെ ലഭിക്കയാൽ അപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവ മായാവിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്തഭാഗ്യബലോദയാൽ മണ്ണിനായി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാനവ്രതാതീർത്ഥാതപക്രതു കർമ്മ പൂർത്തേഷ്ടാദികൾ കൊണ്ടൊരുത്തനും. ഹരേ കൃഷ്ണ. വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം ത്വൽപാദ ഭക്തി കൊണ്ടെന്നിയെ. ത്വൽപാദ പത്മാവലോകനം കേവലാമിപ്പോൾ അകപ്പെട്ടതും തൽകൃപാബലം. യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിലാകാതുറയ്ക്കുന്നു. കാൽക്ഷണം പോലുമെന്നാകിൽ അവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനമനർത്ഥതം. ചിത്തം ഭവാങ്കേലുറയ്ക്കായിലുമതി ഭക്തിയോടെ രാമേതി സാദരം. ചൊല്ലുന്നവന്നു ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. മദ്യപാനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ. ശത്രുജയത്തിലും ധാരാസുഖത്തിലും ചിത്തേയൊരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിധേ. തൽപാദ ഭക്തിമാർഗോപദേശം കൊണ്ടു മൽപാപമുൽപാടയ ത്രിലോകീപദേ. ശത്രുമധ്യസ്ഥ മിത്രാദി ഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. തൽപാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായിതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവാ ശക്തിയമ്മായ പ്രഭാവം ജഗൽപതേ. ത്വൽപാദ പങ്കജത്തിൽ ഉറയ്ക്കണമെപ്പോഴും ഉൾക്കാമെനിക്കു രമാപതേ. ത്വൽനാമ സങ്കീർത്തന പ്രിയമാകണം എന്നുടേ ജിഹ്വ സദാ നാണമെന്നിയെ. തൽച്ചരണാംബോരുഹങ്ങളിലെപ്പോഴും അർച്ചനഞ്ജയായി വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം.
കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരീതം ധരാപതേ മച്ചരണദ്വയം സഞ്ചരിച്ചിടണ അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതേ ത്വൽപാദ പാംസു തീർത്ഥങ്ങൾ ഏൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതേ ഭക്തിയാ നമസ്കരിക്കായി വരേണം മുഹൂരുത്തമാംഗം കൊണ്ടു നിത്യം ഭവൽപദം ഇത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാതത്ര മോഹിപ്പിച്ച് തന്നേരം കാര്യസിദ്ധിക്കൂ കരുണാജലാനിധി സത്യസ്വരൂപൻ തിരിച്ചരുളി ചെയ്തു സത്യമെത്രോ സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ ജാനകീ ജീവനസ്മരണം. അപ്പോൾ ഭഗവാസ്തുതി വളരെ പ്രധാനപ്പെട്ട സ്തുതി എന്ന് പറയണത് ഇത് കണ്ടപ്പോൾ ആ ഭഗവാന്റെ ഉള്ളിൽ ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയിട്ട് സ്തുതിക്കാൻ തുടങ്ങി. അങ്ങ് സാക്ഷാൽ ശ്രീമൻ നാരായണൻ തന്നെയാണെന്ന് മനസ്സിലായി. ജനന ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങയെ എല്ലാവരും പ്രാപിക്കുന്നത്. അപ്പം അങ്ങയെ ലഭിച്ചത് കൊണ്ട് ഞാൻ മോക്ഷമല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട. രാജ്യം, ഭാര്യ അതൊക്കെ നിഷ്ഫലമാണ്. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമില്ല. മണ്ണിന് വേണ്ടിയിട്ട് ഞാൻ കുഴിച്ച സമയത്ത് എനിക്കിത് ആ നിധി കിട്ടിയ പോലെയാണ് അങ്ങയെ. അപ്പം അതുകൊണ്ട് എത്രയോ പേര് ധർമ്മം, ദാനം, തീർത്ഥാടനം, തപസ് അങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ടൊക്കെ ക്ലേശിക്കുന്നുണ്ട് അങ്ങയെ കിട്ടാൻ വേണ്ടി. പക്ഷേ അതുകൊണ്ടൊന്നും അങ്ങയെ ലഭിക്കില്ല. എന്തു വേണം? അവിടുത്തെ ആ പരമമായ കാരുണ്യം ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഭക്തി ഉണ്ടാവുക വേണ്ടത്. അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഭക്തി ഉണ്ടാവണം. ആ ഭക്തി ഉണ്ടാവുമ്പോൾ അങ്ങയുടെ കാരുണ്യം ഉണ്ടാവും. കാരുണ്യം ഉണ്ടാവുമ്പോൾ മാത്രമാണ് അങ്ങയെ ലഭിക്കുള്ളൂ. ആ എൻ്റെ മുന്നിലേക്ക് അങ്ങ വന്നത് അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണ്. അപ്പം അതുകൊണ്ട് അങ്ങയുടെ എൻ്റെ മനസ്സിനെ അങ്ങയുടെ ആ പാദങ്ങളിൽ കാൽക്ഷണമെങ്കിലും സ്ഥിരമായിട്ട് നിർത്താൻ സാധിക്കുക എന്ന് വെച്ചാൽ അത് അത്രയും നേരമെങ്കിൽ കാൽക്ഷണം ഭഗവത് പാദത്തിൽ മനസ്സിനെ നിർത്തിയാൽ എല്ലാ വിധത്തിലുള്ള അജ്ഞാനവും നീങ്ങും. ചഞ്ചലമായ മനസ്സിനെ സ്ഥിരമായിട്ട് നിർത്തി ധ്യാനിക്കാൻ കഴിയില്ലെങ്കിലും ഭക്തിയോട് കൂടിയിട്ട് നാമം ജപിച്ചാൽ അവർക്ക് സംസാര ദുഃഖങ്ങളെല്ലാം ഇല്ലാണ്ടാവും. അത് അവർ പരിശുദ്ധനായിട്ട് തീരും. അതിപ്പോൾ മദ്യപാനി ആവട്ടെ, ബ്രഹ്മഹത്യ ചെയ്തവനാവട്ടെ, ആരായാലും നാമജപം കൊണ്ടാണ് അവർക്കൊക്കെ മുക്തി നേടാൻ സാധിക്കുക. അതുകൊണ്ട് ഭഗവാനെ ആ ഭക്തിയല്ലാണ്ട് മോക്ഷം നേടാൻ മറ്റൊരു കാര്യമില്ല. അതുകൊണ്ട് അവിടുത്തെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ. എൻ്റെ പാപങ്ങളെല്ലാം നശിക്കാൻ എപ്പോഴും എൻ്റെ നാവ് കൊണ്ട് അവിടുത്തെ നാമം ജപിക്കാനായിട്ട് സാധിക്കണേ. അത് ശത്രു മിത്രം എന്നുള്ള ഭേദചിന്തയൊക്കെ നശിച്ചിട്ട് എന്നെ ഈശ്വര പാദങ്ങളിൽ ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ. അതുകൊണ്ട് മനസ്സെപ്പോഴും ആ പാദകമലങ്ങളിൽ ഉറയ്ക്കണം. നാവ് നാമം ജപിക്കാൻ സാധിക്കണം. കൈകളെ കൊണ്ട് അങ്ങയെ പൂജിക്കാൻ സാധിക്കണം. കണ്ണുകളെ എപ്പോഴും അവിടുത്തെ ആ രൂപദർശനത്തിനായിട്ട് സാധിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട ഭഗവാനെ. എങ്ങനെ എനിക്ക് രാജ്യവും വേണ്ട, ഭാര്യയും വേണ്ട, യുദ്ധവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമസ്കരിച്ചപ്പോൾ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, അതാ പറഞ്ഞത് നമ്മളുടെ ഉള്ളിലും ചില സമയത്തൊക്കെ ഇങ്ങനൊരു ചിന്ത വരും. അതാണ് ആ മായയുടെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒക്കെ നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എപ്പോഴാ ഇനി ഭാര്യയുടെ അടുത്തേക്ക് യുദ്ധത്തിന് പോകണ്ടേ, യുദ്ധത്തിന് വിളിക്കുമോ എന്ന് പറഞ്ഞതോടുകൂടി ഈ പറഞ്ഞതൊക്കെ അവിടെ വിട്ടു. നമ്മൾ അമ്പലത്തിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഇറങ്ങണ സമയത്ത് ഒരാൾ വന്നിട്ട് അവരായിട്ട് അപ്പുറത്തെ വീട്ടുകാരായിട്ട് നിങ്ങൾ വഴക്കുണ്ടായിട്ട് ഇപ്പം ചെന്നിട്ട് വേണം എനിക്ക് അവരോട് കോടതിയിൽ കേസ് കൊടുക്കാൻ പോകാമെന്ന് പറയും നമ്മൾ. അപ്പം നമ്മൾ ഓരോന്നും നോക്കുക. അത് നമ്മുടെ ഉള്ളിലെ സ്വഭാവമല്ലേ ഇതൊക്കെ കാണിക്കുക. ഓരോ കഥാപാത്രങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള ഓരോരോ സ്വഭാവങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളിലൂടെ നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ഓരോ ഭാവങ്ങളെയും ഭഗവാൻ ഓരോ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മൾ ഇവിടെ വന്ന് നാമം ജപിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സപ്താഹമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഒരു വിരക്തി എന്ന് പറയാനില്ല. ഒരു മരണം കണ്ടു കഴിഞ്ഞാൽ എന്താ കാര്യമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം, വെറുതെ എന്തിനാ ഞാൻ ആരോടും തമ്മിൽ തല്ലുകൂടാനുമില്ല, ഒന്നും പറയാനുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആ മരണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാവും അടുത്ത വീട്ടിൽ ഉള്ള അത് പറഞ്ഞു. എന്നാലും
നിൻ്റെ കോഴി വന്നിട്ടാണ് എൻ്റെ അത് തെരഞ്ഞ് നശിപ്പിച്ചേട്ടാ. അത് എത്ര പൈസ കൊടുത്ത് ഞാൻ മേടിച്ച് വെച്ച തയ്യാറെന്നൊന്നും അറിയുമെന്ന് അവിടെ നിന്ന് തല്ല് കൂടാൻ തുടങ്ങും. കാരണം അതൊക്കെ ഒരു നിമിഷം നമുക്ക് തോന്നുന്ന അങ്ങനെയാണ് നമ്മുടെ മനസ്സ്. അപ്പം നമ്മുടെ മനസ്സ് ഇതാണ്. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണെന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തരികയാണ്. ഓരോരോ ഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അല്ലാണ്ട് സുഗ്രീവൻ അങ്ങനെയാണോ, ബാലി ഇങ്ങനെയാണോ, സുഗ്രീവൻ ചെയ്തത് ശരിയായോ, ബാലി ചെയ്തത് ശരിയായോ, രാവണനല്ലേ ശരി, ലക്ഷ്മണൻ തെറ്റല്ലേ എന്നൊക്കെ അതല്ല. ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ ശരിയാണോ, ഇതാണോ ശരി, ഈ ഒരു സ്വഭാവം നമുക്കില്ല. അപ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനെയൊക്കെ മാറ്റിക്കളയാൻ വേണ്ടിയിട്ട്, ആ കർമ്മപ്രാരാബ്ധങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയണു. അതാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, രാമനാമം ജപിക്കുകയല്ലാണ്ട് നാമം ജപിക്കുകയല്ലാണ്ട് രക്ഷയില്ല എന്ന് ഓരോരുത്തരുടെ ഇടയിലും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെ കൂടിയിട്ട് എന്തേ ഉള്ളൂ, കലികാലത്ത് നാമജപം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാം ഇവിടെ ഭഗവാൻ നമുക്കായിട്ട് കാണിച്ചു തരുന്ന ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് നമുക്ക് അതൊക്കെ വേണ്ടതുപോലെ അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ. ആ ഈശ്വരനെ ആശ്രയിച്ച് ഈശ്വര ചിന്തയിൽ മറ്റൊന്നിലും പോയി മനസ്സ് കർമ്മപ്രാരാബ്ധങ്ങളെ ഉണ്ടാക്കാണ്ട് കർമ്മവും മനസ്സൊക്കെ ഈശ്വരനോട് ചേർന്ന് വെച്ച് പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഭഗവാനോട് ചേർന്ന് ഈശ്വരനിൽ രമിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ ഓരോ ചിന്തകളാവട്ടെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുണ്ടായ എല്ലാം മനസ്സുകൊണ്ടുണ്ടായ എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ ഏകാഗ്രമായിട്ട് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ആ ഭഗവാന്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് നാമം ജപിക്കാനായിട്ട് ഇതൊക്കെ ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും നാമം ജപിച്ചോളൂ. നാമം ജപിക്കണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാനാണ്. ഇത്രയും വലിയൊരു രാമായണം, ഇത്രയും വലിയൊരു ഭാഗവതമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ലാസ്റ്റ് പറയും നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം. അതാണ് ആ ഭഗവാന്റെ പാദത്തിൽ എല്ലാം സമർപ്പിച്ച് നമസ്കരിച്ചുകൊണ്ട് നാമം ജപിക്കണം എന്നുള്ള നാമജപത്തിനോടുള്ളൊരു അതല്ലാണ്ട് കലികാലത്ത് വേറൊരു വഴിയില്ല എന്നുള്ളതാണ് പറയണത്. അപ്പം അങ്ങനെ നാമം ജപിക്കാൻ സാധിക്കട്ടെ, എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ സാധിക്കട്ടെ. ആ ഉള്ളിൽ എല്ലാവരോടും ആ നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് നല്ല ഒരേ മനസ്സോടു കൂടിയിട്ട് പെരുമാറാൻ സാധിക്കട്ടെ. എന്ത് തന്നെ ജീവിതത്തിൽ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കരുത്ത് ഈ നാമജപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഉറപ്പാണ്. കാരണം അതിലൂടെ മാത്രമേ ജപിക്കുള്ളൂ. വേറെ ആരെ ആശ്രയിച്ചാലും അതൊന്നും ലഭിക്കാൻ പോണില്ല. അപ്പോൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ഗുരുവായൂരപ്പൻ്റെ മുലോർണിത്തെ അവരുടെ ഭാഗത്തിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ഗോപികാ ജീവനസ്മരണം. ജയ് ജയ് ശ്രീരാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽക്കാരെഴും ശുഭേ.
തൊഴാം സരസ്വതി രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗ പത്മാവതി രൂപേ ഷഷ്ടി മംഗളചണ്ഡികേ കൈതൊഴാം തുളസി രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകവിശം വൈജയന്തിഞ്ചമാലാം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സുപദരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണമതീയ ജന്മം. ശ്രീഹരയേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ജയ ജയ ശ്രീ രാധേ.